ഇസ്ലാമിൻ്റെ വളരെ സുന്ദരമായ എല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിൻ്റെ പ്രഖ്യാപിതമായ ആദർശമാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ലോകത്തെ മനുഷ്യരെയും ജന്തുക്കളെയും പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളെയും സൃഷ്ടിച്ചവൻ, അതിനെ പരിപാലിക്കുന്നവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നത് ഇസ്ലാമിൻ്റെ എല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനപരമായ ആദർശമാണ്. ആ ആദർശം നോക്കൂ, ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? ആരാണ് നിങ്ങൾക്ക് വേണ്ട ഭൂമിയെ പരവതാനിയാക്കി വിരിച്ചു തന്നത്? ഈ പർവ്വതങ്ങളെ നാട്ടക്കുറ്റിയായി വെച്ചത് എന്ന ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നതാണ്. അപ്പൊ നോക്കൂ, നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഓരോ അവകാശമുണ്ട്. അധ്യാപകന് കൊടുക്കേണ്ട അവകാശമുണ്ട്, രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട അവകാശമുണ്ട്, നമ്മൾ സുഹൃത്തുക്കൾ പരസ്പരം കൊടുക്കേണ്ട അവകാശമുണ്ട്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമ്മളോടെല്ലാവരോടും അവന് നൽകാൻ പറഞ്ഞ അടിസ്ഥാനപരമായ അവന്റെ അവകാശമാണ്. അവനെ അല്ലാതെ ഒരാളെയും പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. അവനോടുള്ള കൊടുക്കേണ്ട ബാധ്യതകൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഈ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അക്രമം, അതാരെങ്കിലും കൊല്ലുക എന്നതിനേക്കാൾ വലിയ അക്രമം ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവ് ഒരേ ഒരുവനാണ്. അവന് നൽകേണ്ട ബാധ്യത അവനല്ലാത്തവർക്ക് കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ നെറികേടായത് കൊണ്ട് തന്നെ, ഏറ്റവും വലിയ അധാർമികത, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അല്ലാത്തവർക്ക് കൊടുക്കുന്ന ശിർക്കായത് കൊണ്ട് തന്നെ ലോകത്ത് അള്ളാഹു ഏതെല്ലാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ അവരൊക്കെയും ആദ്യം സമൂഹത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ അധ്യാപനമാണ്. ആദ്യം ആ സമൂഹത്തിൽ നിലനിന്ന പല നിലക്കുള്ള തിന്മകൾ ഉണ്ടായിരുന്നു. പിന്നെ മദ്യപാനത്തിന്റെ അധാർമികതയുള്ളയിടത്ത്, പിന്നെ എല്ലാ നിലക്കും പലിശയുടെ അധാർമികതയുള്ളയിടത്ത്, യുദ്ധം ചെയ്യുന്ന അധാർമികതയുള്ളയിടത്ത്, വ്യഭിചരിക്കുന്ന അധാർമികതയുള്ളയിടത്ത്, എല്ലാ അധാർമികതയും നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ പ്രവാചകന്മാരും ഏറ്റവും ആദ്യം പ്രബോധനം ചെയ്തത് നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ, പ്രാർത്ഥനയും ആരാധനയും അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകരുത് എന്നതാണ്.